ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ഗീതുവിനെ രക്ഷിക്കാനായി ഈശ്വരൻ അയച്ചു എന്ന് പറയുന്നത് പോലെയാണ് അങ്ങോട്ടേക്ക് വിജയലക്ഷ്മി ഓടിയെത്തിയത്. തലനാരിഴയ്ക്കാണ് നമ്മുടെ ഗീതു മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അങ്ങനെ ഗീതുവിനെ കൊല്ലാൻ ശ്രമിച്ചവൻ്റെ കയ്യിൽ നിന്നും ഗീതുവിനെ രക്ഷിച്ച് ഗീതുവിൻ്റെ അരികിൽ ഗീതുവിനെ തണലായി സപ്പോർട്ടായി വിജയലക്ഷ്മി നിൽക്കുന്നു. അപ്പോഴേക്കും ഡോക്ടർ വന്നു. അപ്പോഴേക്കും നമ്മുടെ നേഴ്സ് ഓടിപ്പോയി ആ കൊലയാളിയെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. പിന്നെ അത് സെക്യൂരിറ്റിയോട് പറയുന്നു. സെക്യൂരിറ്റികൾ അന്നേരത്തേക്കും ഇവനെ തപ്പി ഇറങ്ങുന്നു. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ഭീകരമായൊരു അവസ്ഥയിൽ അവിടെ ഇങ്ങനെ നടക്കുക. ഈ സമയത്ത് ഡോക്ടർ വന്ന് പരിശോധിച്ച് കാര്യങ്ങളെല്ലാം നോക്കി ഓക്സിജൻ മാസ്ക് എടുത്ത് വെച്ചു. അങ്ങനെ ഗീതുവിനോട് ബ്രീത്ത് എടുക്കാനൊക്കെ ആയിട്ട് പറയുന്നു. അങ്ങനെ പയ്യെ ഗീതു ഇങ്ങനെ ആ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് റിക്കവർ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഗീതു കിടന്ന് ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ പരാക്രമങ്ങൾ നടത്തുന്ന സമയത്ത് തൊട്ടരികിൽ നിൽക്കുന്ന വിജയലക്ഷ്മിയെയാണ് നമ്മുടെ ഗീതു ശ്രദ്ധിക്കുന്നത് മുഴുവൻ. ഇവരാരാണ്, ഇവരെന്തിനാണ് എൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ. അങ്ങനെ പതുക്കെ നമ്മുടെ ഗീതുവിൻ്റെ ബ്രീത്ത് ഓക്കെ ആയി വന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിൻ്റെ പൾസൊക്കെ നോക്കി എല്ലാം സെറ്റായതിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് പോകും. അപ്പോൾ മേഡം ഇവിടെ കാണില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ മേഡം അവിടെ നിൽക്കുന്ന സമയത്ത് ആ കൊലയാളിയെ പറ്റി എന്തെങ്കിലും ഇതൊരു കിട്ടുമോ എന്ന് അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ പുറത്തേക്ക് പോകുന്നത്. അദ്ദേഹം പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഗീതു ഇങ്ങനെ അദ്ദേഹം പോയതും ഈ മേഡത്തിനോട് എന്തൊക്കെ ചോദിക്കാനുള്ള ഒരു വ്യഗ്രത ഇങ്ങനെ കാണിക്കുക. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ അറിയണമല്ലോ, അതുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ കാണിക്കുന്നു. ആ സമയത്ത് ഗീതുവിൻ്റെ ആ ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് കാര്യം മനസ്സിലായി. പുള്ളിക്കാരി പറഞ്ഞു, ഒരുപാട് പ്രഷർ എടുക്കണ്ട, ഗീതുവിന് എന്താണ് അറിയാനുള്ളത്, എന്താണ് അറിയാൻ ആഗ്രഹം, ഇതെനിക്കറിയാം, പക്ഷേ ഇപ്പോൾ ഗീതു അതൊന്നും അറിയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗീതു ഇങ്ങനെ അവരെ തന്നെ നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ഗീതുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കും. അതുപോലെ ഈ സത്യങ്ങളും അല്ലെങ്കിൽ അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ടേ ഗീതു ഈ നാട് വിടത്തുള്ളൂ, അല്ലെങ്കിൽ ഗീതുവിനെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഗീതുവിൻ്റെ കൈ തൊട്ട് സത്യം ചെയ്യുവാണ്. താൻ ആരാണെന്നും ഗീതുവിന് അറിയേണ്ടതായ കാര്യങ്ങളെല്ലാം ഗീതു അറിഞ്ഞിരിക്കും, അല്ലാതെ ഗീതു ഇവിടെ നിന്ന് മടങ്ങില്ല എന്നുള്ള കാര്യവും പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീതുവിനോട് ആ മേഡം പറഞ്ഞു, ഞാൻ ഇനി അധികം നേരം ഇവിടെ നിന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് ഗീതുവിൻ്റെ രക്ഷകൻ ഇപ്പം തന്നെ എത്തും, അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഗീതു ഇങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ ബലമായിട്ടിങ്ങനെ പിടിച്ച് നിർത്തി. അപ്പോൾ എന്നെ വിശ്വാസമില്ലേ, ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെന്നും അറിയേണ്ട കാര്യങ്ങൾ ഗീതു അറിഞ്ഞിരിക്കും എന്നും പറഞ്ഞ് വീണ്ടും ഉറപ്പ് കൊടുത്തിട്ട് അവരങ്ങ് പോയി. അവരങ്ങ് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്ക് ഈ കൊലയാളി ഒരു രീതിയിൽ ഓടി രക്ഷപ്പെട്ട് പുറത്തു വന്നു. അവിടുത്തൊക്കെ സെക്യൂരിറ്റിമാർ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും ഇയാൾ പുറത്ത് ചാടി. അത് കഴിഞ്ഞിട്ട് ഇയാൾ നേരെ ഫോൺ എടുത്ത് സുവർണയെ വിളിക്കുവാണ്. ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നു. ഹോസ്പിറ്റലിൽ ഞാൻ അവളെ കൊല്ലാനായിട്ട് ചെന്നുവെന്നും അതുപോലെ തലേണ എടുത്ത് അവളുടെ മുഖത്ത് അമർത്തി മരണം ഉറപ്പായി വന്നതായിരുന്നു എന്നും അപ്പോഴേക്കും ഒരു സ്ത്രീ അവൾക്ക് രക്ഷകയായി പറന്നെത്തി ആരാ വന്നത് എന്താണെന്നൊന്നും അറിയില്ലെന്നുള്ള കാര്യമൊക്കെ ഇയാൾ പറഞ്ഞു. എന്നിട്ട് ഇയാളോട് സുവർണ കുറേ ദേഷ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇത് മാത്രമല്ലല്ലോ, ഇനിയും അവസരങ്ങൾ വരുമല്ലോ, എന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി തന്നെ ഞാൻ നിറവേറ്റിയിരിക്കുമെന്നും പറഞ്ഞ് ഇയാൾ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇയാൾ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സുവർണ ഇനി രാധിക മാമിനോടൊക്കെ എന്തു പറയും എന്നുള്ള ഒരു ടെൻഷൻ അടിച്ച് അവിടെ അങ്ങനെ നിൽക്കുക. എന്തായാലും ആ ഒരു സംഭവം അവിടെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഈ ഒരു ചിന്താഗതിയുമായിട്ട് പുള്ളിക്കാരി അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് കൃത്യമായിട്ട് രാധികാമ്മ എന്തായെന്നറിയാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഗീതു ചത്തോ, ഗീതുവിൻ്റെ ശവസംസ്കാരം നടത്താറായോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോഴേക്കും സുവർണ പറഞ്ഞു, മാഡം ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്തു പ്രശ്നം, എന്താ ഇത്തവണയും പണി പാളിയോ എന്ന് ചോദിച്ചു. അത് പിന്നെ മേഡം, ഗീതുവിനെ കൊല്ലാനായിട്ട് ആൾ ഗീതുവിൻ്റെ അരികിൽ എത്തിയതാണ്. ഗീതുവിൻ്റെ ജീവൻ പകുതിയോളം ഇങ്ങ് എടുത്തപ്പോഴേക്കും ഒരു സ്ത്രീ അവിടേക്ക് കടന്നു വന്നു, അത് തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഇയാളെ കൈയോടെ പിടികൂടിയെന്നും പറഞ്ഞു. സ്ത്രീയോ, അതാരാണെന്ന് അറിയില്ല മാം. ആ സ്ത്രീ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഗീതുവിൻ്റെ മരണവാർത്ത എനിക്ക് മേഡത്തിനോട് സന്തോഷപൂർവ്വം അറിയിക്കാൻ കഴിഞ്ഞേനെ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക സുവർണ. എങ്കിലും ആ സമയത്ത് ഗീതുവിനെ തേടി അവിടെ വന്ന ആ ഒരു സ്ത്രീ അത് ആരായിരിക്കും? അങ്ങനെ ഗീതുവിന് രക്ഷകയായി ആ നാട്ടിലൊരാളുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതാരായിരിക്കുമെന്ന് കണ്ടെത്തണം മേഡം, അല്ലെങ്കിൽ നമ്മുടെ പ്ലാനുകളൊന്നും നടക്കില്ലെന്നും അല്ലെങ്കിൽ ഈ കഥകളൊക്കെ ചുമ്മാ ഒരു ഇതായി പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ പറയുക. അപ്പോൾ തൊട്ട് രാധിക ഇരുന്ന് ആലോചിക്കുക, ഗീതുവിനെ രക്ഷിക്കാൻ രക്ഷകയായിട്ട് വന്നത് ആരാ, ഗീതുവിനെ രക്ഷിക്കാൻ രക്ഷകയായിട്ട് വന്നത് ആരാ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇങ്ങനെയൊക്കെ നിന്ന് ആലോചിക്കുക.
ആലോചനയും കാര്യങ്ങളുമായിട്ട് പുള്ളിക്കാരി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നടപ്പാണ്. അപ്പോൾ ഗോവിന്ദൻ വിളിച്ച കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. ഗോവിന്ദൻ്റെ ഫോണിലേക്ക് അന്നേരം തന്നെ രാധിക വിളിച്ചു. അപ്പോൾ ഗോവിന്ദൻ കിഷോറിൻ്റെ അടുത്ത് പഞ്ഞിക്കിട്ടിട്ട് ഇങ്ങ് വരുന്ന വഴിയാണ്. അപ്പോൾ ഈ ഗീതുവിൻ്റെ അടുത്ത് ആരാ വന്നത് എന്താണെന്നൊന്നും ഗോവിന്ദൻ അറിയില്ല. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പം എന്താ അമ്മയെന്ന് ചോദിച്ചു. മോനെ നീ എവിടെയാ? ഞാൻ പുറത്തന്നീ ഗീതുവിൻ്റെ അടുത്താണോ? ഗീതുവിന് എങ്ങനെയുണ്ട്? ഗീതുവിന് കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ പുറത്ത് വരെ വന്നതായിരുന്നു, പിന്നെ ഇപ്പോൾ ഗീതുവിൻ്റെ അടുത്തേക്ക് പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വന്നത് ആരാണെന്നും സംസാരിച്ചത് എന്താണെന്നും അതൊന്നും ഗോവിന്ദൻ അറിയില്ല എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. നിങ്ങൾക്കവിടെ പുതിയ പരിചയക്കാരെങ്കിലൊക്കെ കിട്ടിയോ എന്നൊന്നും അല്ലാത്തതുപോലെ ചോദിച്ചപ്പം ഇവിടെ മഹേഷ് അല്ലാതെ മറ്റാരാമേ പരിചയക്കാരായിട്ട്? മറ്റാരുമില്ല പരിചയക്കാരായിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗോവിന്ദൻ പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഉറപ്പായി ഇനിയിപ്പോൾ അറിഞ്ഞത് വെറുതെ ആയിരിക്കും, അല്ലെങ്കിൽ ഗോവിന്ദൻ ഇതൊന്നും അറിയില്ല എന്നുള്ള കാര്യം. എന്നാൽ ശരിയെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഗോവിന്ദൻ അന്നേരത്തേക്കും ഇവിടെ ഗീതുവിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങുക. ഈ സമയത്ത് ഗീതുവായിട്ട് സമയമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ വിജയലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങി പോരുമായിരുന്നു. അങ്ങനെ ഗോവിന്ദൻ താഴെ നിന്ന് കയറി വരുമ്പോൾ വിജയലക്ഷ്മി മുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അങ്ങനെ രണ്ടുപേരും കണ്ടുമുട്ടി. എന്നാൽ ആളും മനസ്സിലായില്ല. ഗോവിന്ദൻ കയറി വരുന്നത് കണ്ടപ്പോഴേക്കും വിജയലക്ഷ്മി എന്ത് ചെയ്തു, മുഖം സാരിത്തറപ്പ് കൊണ്ട് ഇങ്ങനെ മറച്ചു പിടിച്ചു. കാരണം ഗോവിന്ദൻ കാണണ്ട എന്നുള്ളൊരിതിൽ. അങ്ങനെ ഗോവിന്ദനകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ഇവർ മുട്ടിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷേ രണ്ടുപേർക്കും എന്ന് പറഞ്ഞാൽ ഗോവിന്ദന് മനസ്സിലായില്ല. ഗോവിന്ദൻ ഇങ്ങനെ എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ അകത്തേക്ക് കയറി പോകുന്നു. പുള്ളിക്കാരി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ ഗോവിന്ദൻ കയറി പോകുന്നു നോക്കി നിൽക്കുക. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഡോക്ടർ അവിടെ ഐസിയുവിൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ തന്നെ സെക്യൂരിറ്റീനെയൊക്കെ ഏർപ്പാടാക്കി അവിടെ ഗീതുവിനും മേഡം പറഞ്ഞതനുസരിച്ച് കാവലായിട്ട്. അപ്പോൾ ഗീതുവിനെ ഒരു പോറൽ പോലും പറ്റരുതെന്നുള്ള കാര്യം മേഡം ഇവരോട് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഡോക്ടർ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഗോവിന്ദൻ കയറി ചെല്ലുന്നത്. ഗോവിന്ദൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഗോവിന്ദൻ ഇത്രയും നേരം എവിടെയായിരുന്നു, ഇവിടെ സംഭവിച്ചത് വല്ലതൊക്കെ അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. എന്താ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്നാണ് ഗീതു ഇപ്പോൾ രക്ഷപ്പെട്ടത്, അതും ഗീതുവിനെ രക്ഷപ്പെടുത്തി എടുക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു ഗോവിന്ദൻ. ഗീതുവിൻ്റെ നേരെ ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു അറ്റംപ്റ്റ് ഉണ്ടായെന്നും ഒരു കൊലപാതക ശ്രമം തന്നെയായിരുന്നു അതെന്നും ആ വിജയലക്ഷ്മി എന്ന് പറഞ്ഞ മേഡമാണ് നമ്മുടെ ഗീതുവിനെ രക്ഷിച്ചതെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ഞെട്ടി. വിജയലക്ഷ്മി എന്നുള്ള പേര് കേട്ടപ്പോഴേക്കും വിജയലക്ഷ്മി മേഡമാണ് വന്ന് രക്ഷിച്ചതെന്ന് പറഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുവാണ്. സാർ എന്താ തെളിച്ചു പറയാൻ പറഞ്ഞു ഗോവിന്ദൻ. അപ്പോൾ ഗീതു ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഗീതുവിൻ്റെ ഓക്സിജൻ മാസ്ക് എടുത്ത് മാറ്റി ഗീതുവിനെ തലേണ അമർത്തി ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട് ഒരു കൊലയാളി ശ്രമിച്ചു. ആ സമയം കൃത്യമായിട്ട് ആ മേഡം അവിടെ കടന്നു വരികയായിരുന്നു. അയാളെ കൈയോടെ പിടികൂടാൻ കഴിഞ്ഞു. അതുകൊണ്ട് മാത്രമാണ് ഗീതുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതു രക്ഷപ്പെട്ടതിൻ്റെ ആ ഒരു സന്തോഷമുണ്ട്. അതുപോലെ വിജയലക്ഷ്മി ഇതിനകത്ത് ഇടപെട്ടു എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ ഉള്ള കലിപ്പുമുണ്ട്. അങ്ങനെ ഈ രണ്ടവസ്ഥയും കൊണ്ട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ഓടി ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഗീതുവിനെ കാണാനായിട്ട്. എന്നിട്ട് റൂമിൽ ചെന്നു. ഗീതുവിന് ഇപ്പോൾ കുഴപ്പം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല, പേടിക്കാനൊന്നും ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ അകത്ത് കയറി ചെന്ന് ഗീതുവിനെ നോക്കും. അപ്പോഴും ഗീതു ഗോവിന്ദന് വലിയ മൈൻഡോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഗീതു ഇങ്ങനെ ആ ഓക്സിജൻ മാസ്ക് വെച്ച് ഇങ്ങനെ ശ്വാസം ഇങ്ങനെ എടുത്ത് വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അന്നേരം ഡോക്ടർ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ വിജയലക്ഷ്മിയും അതുപോലെ ഗീതുവും ഒന്നിച്ചതും അല്ലെങ്കിൽ വിജയലക്ഷ്മി ഗീതുവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതും ഇതൊന്നും ഗോവിന്ദൻ അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അമ്മയും മകളും കൂടെ ഒന്നിച്ചല്ല അതൊക്കെ തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഗോവിന്ദൻ്റെ കണ്ണ് വെട്ടിച്ച് ഗീതുവും അതുപോലെ ഈ പുള്ളിക്കാരിയും തമ്മിൽ ഒറ്റക്കെട്ടാകുന്നു. അവർ കാര്യങ്ങളെല്ലാം മുന്നോട്ട് തീരുമാനിക്കാനൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഗോവിന്ദൻ ഈ വിവരമെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ പുള്ളിക്കാരി അതായത് നമ്മുടെ വിജയലക്ഷ്മിയെ കാണാൻ തന്നെ തീരുമാനിച്ചു. ഇനി വിജയലക്ഷ്മിയും ഗീതുവും തമ്മിൽ കണ്ടാൽ അത് ആപത്താണെന്നുള്ള കാര്യം ഗോവിന്ദൻ അറിയാവുന്നത് കൊണ്ട് തന്നെ ഗോവിന്ദൻ രണ്ടും കൽപ്പിച്ച് ഇവരെ കാണാനായിട്ട് തീരുമാനിച്ചു. എന്നിട്ട് ഇവരുടെ നമ്പരൊക്കെ വാങ്ങിച്ചിട്ട് അതായത് ആശുപത്രിയിലുണ്ടല്ലോ ഇവരുടെ അവരുടെ നമ്പരൊക്കെ വാങ്ങിച്ചിട്ട് ആ നമ്പറിലേക്ക് വിളിക്കുക. അപ്പോൾ ഗോവിന്ദിൻ്റെ ആ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് കാര്യം മനസ്സിലായി ഗോവിന്ദാണെന്നുള്ള കാര്യം. വേഗം തന്നെ ഗോവിന്ദാണെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചു. എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളെ ഒന്ന് കാണണമെന്ന് ഗോവിന്ദ് പറഞ്ഞു. അപ്പോൾ എവിടെ വെച്ച് കാണണമെന്ന് ചോദിച്ചു. ഇന്ന സ്ഥലവും പറഞ്ഞു. അങ്ങനെ അവർ കാണാനായിട്ട് തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദ് ഈ പുള്ളിക്കാരിയെ നേരിട്ട് കാണും. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ പുള്ളിക്കാരി വന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു പോയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും അവിടെ വെച്ച് തന്നെ നമ്മുടെ ഗോവിന്ദ് കാണുന്നു. ഗോവിന്ദുമായി കണ്ട് സംസാരിക്കുമ്പോൾ എന്താണ് പറയാനുള്ളതെന്നിങ്ങനെ ചോദിച്ചപ്പോൾ
നിങ്ങൾ ചെയ്തു തന്ന നന്മയ്ക്കും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അത് മറന്നുകൊണ്ടൊന്നുമല്ല സംസാരിക്കുന്നത്. പക്ഷേ ഇനി നിങ്ങൾ ഒരിക്കലും ഗീതുവിനെ കാണാനോ ഗീതുവിനോട് സംസാരിക്കാനോ ശ്രമിക്കരുതെന്ന് പറഞ്ഞു. ഗീതുവുമായി യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ലെന്നും പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ഇങ്ങനെ അന്താളിച്ച് ഇങ്ങനെ നമ്മുടെ ഗോവിന്ദനെ നോക്കുക. എന്നിട്ട് അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നതെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നീ എത്രയൊക്കെ വിലക്കിയാലും പിന്നെ ഞാൻ ഗീതുവിനെ കാണാതിരുന്നാലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഒന്ന് നടക്കാറായാൽ ഗീതു ഉറപ്പായും എന്നെ തേടി വരും. ഗീതു എന്നെ തേടി വന്നാൽ ഗീതു സത്യങ്ങളെല്ലാം അറിയും എന്നുള്ള പേടിയല്ലേ നിനക്ക് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, നിങ്ങൾ എന്ത് വേണമെങ്കിലും അതിന് വ്യാഖ്യാനിച്ചോളൂ, പക്ഷേ ഗീതുവുമായി ഇനി നിങ്ങൾക്ക് യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ലെന്നുള്ള കാര്യം നമ്മുടെ ഗോവിന്ദു പറയുക. ഗീതു എന്നെ അന്വേഷിച്ച് വരാതിരിക്കാൻ നീ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ ശ്രമിച്ചോളാൻ പറഞ്ഞു. അതുമാത്രമേ ഇതിൽ നിനക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമായിട്ടുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഗോവിന്ദൻ്റെ മുന്നിൽ നിന്നിങ്ങനെ സംസാരിക്കുക. അതും പറഞ്ഞ് അവരങ്ങ് പോയി. അവരതും പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ആകെ ടെൻഷനായി. ദൈവമേ, ഇനി അവർ ഗീതുവിനെ എങ്ങാനും കാണുമോ, അല്ലെങ്കിൽ ഗീതുവുമായിട്ട് ഒന്നിക്കുമോ, സംസാരിക്കുമോ, സത്യങ്ങളെല്ലാം ഗീതു അറിയുമോ എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷനും വെപ്രാളവും എന്താ പറയേണ്ടതെന്നറിയില്ല. ആകെ മാനസിക നില തെറ്റിയിരിക്കുക നമ്മുടെ ഗോവിന്ദ്. ഈ സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷ് അങ്ങ് വന്നിട്ട് ഗോവിന്ദൻ്റെ ഈ ടെൻഷൻ കണ്ടപ്പോൾ ചോദിച്ചു, എന്താടാ പറ്റിയ കാര്യം എന്താണെന്ന്. അപ്പോൾ ഗോവിന്ദൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിനെ രക്ഷിച്ചത് ആരായിരുന്നാലും അവർ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവദൂതനാണെന്നും അവരെ അങ്ങനെ ഇങ്ങനെയൊന്നും തള്ളിക്കളയാൻ പാടില്ലെന്നും അവരെ നേരിൽ കണ്ടാൽ അല്ലെങ്കിൽ അവരെ വിളിച്ച് അവർക്ക് വലിയൊരു ട്രീറ്റ് തന്നെ കൊടുക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ മഹേഷ് ഇങ്ങനെ പറയാം. മഹേഷ് അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദന് പിന്നെയും ദേഷ്യം കൂടി. കാരണം മഹേഷിന് അറിയില്ല ഇതാരാ എന്താ എങ്ങനെയാ അതൊന്നും അറിയില്ല. പക്ഷേ ഗോവിന്ദൻ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.